ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യ കർത്തൃദാസന്മാർക്കും മാതാപിതാക്കൾക്കും സഹോദരീ സഹോദരന്മാർക്കും ഈ ശബ്ദപരിധിയിലൂടെ പല സ്ഥലങ്ങളിലായിരുന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഈ 108ാമത് ബ്രദറൻ ജനറൽ കൺവെൻഷനിൽ എനിക്ക് സംബന്ധിക്കുവാനും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വിലയേറിയ വചനം ശുശ്രൂഷിക്കുവാനും കർത്താവ് ഒരുക്കി തന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേർപെട്ട ദൈവജനത്തിന് ഇത് തീർച്ചയായും ഒരു അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവം നമ്മെ ഇത്രത്തോളം സഹായിച്ചു എന്നല്ലാതെ നമുക്ക് മറ്റൊന്നും പറയുവാനായിട്ടില്ല. നാം മനസ്സിലാക്കിയ അതിവിശുദ്ധ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഈ വല്ലാത്ത ലോകത്തിൽ ദൈവമക്കളായി വിശ്വസ്തരായി ജീവിപ്പാൻ ദൈവം നമ്മെ ഇത്രത്തോളം സഹായിച്ചു. വരുന്ന നാളുകളിലും ദൈവം നമുക്ക് കൃപ തരട്ടെ. ഈ കൺവെൻഷൻ അതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പ്രാരംഭ ചിന്തയ്ക്ക് ആധാരമായി യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വായിക്കാം. യെശയ്യാവിൻ്റെ പ്രവചനം 53-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം കർത്തൃദാസൻ തോമസ് മാത്യു അവറുകൾ അത് വായിച്ച് നമ്മെ സഹായിക്കുന്നതാണ്. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? യഹോവ രക്ഷിക്കുന്നു എന്നർത്ഥം വരുന്ന യെശയ്യാവ് എന്നു പേരുള്ള ആ ദൈവപുരുഷൻ, അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരു കാലഘട്ടത്തെ നടുക്കിയ ശബ്ദമായിരുന്നു. വാസ്തവത്തിൽ ഒരു കാലഘട്ടത്തെ മാത്രമല്ല, ലോകമെമ്പാടും ഏത് കാലഘട്ടത്തിലുള്ള ദൈവജനത്തിന് വളരെ ശക്തിയേറിയ ആഹ്വാനം നൽകുന്ന, പാപബോധം നൽകുന്ന, അവരെ ദൈവത്തിങ്കലേക്ക് മടക്കി വരുത്തുന്ന അനുഗ്രഹീതമായ ശബ്ദമായിരുന്നു പ്രവാചക ശ്രേഷ്ഠനായ യെശയ്യാവിൻ്റെ ശബ്ദം. നമുക്കറിയാം, ഇയ്യോബ് മുതൽ ഉത്തമഗീതങ്ങൾ വരെയുള്ള ആ കാവ്യസമാഹാരങ്ങൾ ഇസ്രയേലിൻ്റെ സുവർണ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാണെങ്കിൽ, യെശയ്യാവ് മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ ഇസ്രയേലിൻ്റെ ഇരുണ്ട കാലഘട്ടത്തിൽ രചിച്ച പുസ്തകങ്ങളാണ്. യഹൂദ ജനത്തെ ദൈവത്തിങ്കലേക്ക് മടക്കി വരുത്തുക, മശിഹയുടെ വരവിനായവരെ ഒരുക്കുക, ആ ഉദ്ദേശങ്ങളായിരുന്നു വാസ്തവത്തിൽ യെശയ്യാവിന് ഉണ്ടായിരുന്നത്. മുഖവരിയായി പ്രത്യേകിച്ചൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങൾ ഉണ്ട് എന്നുള്ളതുപോലെ യെശയ്യാവിൻ്റെ ഈ പ്രവചനത്തിന് 66 അധ്യായങ്ങളുണ്ട് എന്നുള്ളത് അത് വളരെ അനുഗ്രഹീതമായ ഒരു കാര്യമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നാം വായിച്ച വാക്യത്തിൽ കണ്ടത് യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഭുജം എന്ന് പറയുന്നത് തോൾ മുതൽ കൈമുട്ട് വരെയുള്ള ഒരു ശരീരഭാഗമാണ് ഭുജം എന്ന് പറയുന്നത്. ഭുജം എന്നുള്ളത് വേദപുസ്തകത്തിൽ ഒട്ടനവധി ഭാഗങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. അത് ശക്തിയുടെയും പരാക്രമത്തിൻ്റെയും ഉപമാനമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഭുജം ഒടിഞ്ഞു എന്ന് പറഞ്ഞാൽ ശക്തി ക്ഷയിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ശത്രുവിൻ്റെ ഭുജത്തെ ഒടിക്കുക, തകർക്കുക എന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ ആ മഹാബലത്തെ തകർക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ബൈബിളിൽ ദൈവത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുവാനായി ഭുജം എന്ന വാക്ക് പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ യഹോവ ഇസ്രയേലിനെ വീണ്ടെടുത്തത് തൻ്റെ വിശുദ്ധ ഭുജം കൊണ്ടാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല, ഭൂമിയെയും അതിലുള്ളതിനൊക്കെയും ദൈവം സൃഷ്ടിച്ചത് തൻ്റെ നീട്ടിയ ഭുജം കൊണ്ടാണ് എന്ന് യിരെമ്യാ പ്രവചനം 27-ാം അധ്യായം 5-ാം വാക്യത്തെ നമ്മൾ കാണുന്നുണ്ട്. ദൈവം തന്റെ ജനത്തെ സംരക്ഷിക്കുന്നത് തൻ്റെ വീര്യമുള്ള ഭുജം കൊണ്ടാണ് എന്ന് നമ്മൾ വായിക്കുന്നു. മാത്രമല്ല, യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഒരിടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് തള്ളയാടുകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 3 ഭാഗങ്ങളിൽ ഭുജം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നാം ഈ കണ്ട വേദഭാഗങ്ങളിലൊക്കെ വലിയവനായ ദൈവത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുവാനായിട്ടാണ് ഭുജം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ യെശയ്യാ പ്രവചനം 52-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുന്നു, സകല ജനവും കാണുക
യഹോവ തന്റെ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു. ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലും ഇപ്പോൾ നമ്മൾ വായിച്ച 53-ാം അധ്യായം 1-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിലും ഇന്ന് രാത്രി എനിക്ക് പറയുവാനായിട്ടുള്ളത്, ഭുജം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയെ കുറിക്കുവാനുള്ള ഒരു പദമായിട്ടല്ല. ഇറ്റ് ഈസ് എ പേഴ്സൺ, അതൊരു വ്യക്തിയാണ്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, യഹോവയുടെ ഭുജം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിയെ കുറിച്ചാണ്. ആ വ്യക്തി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നുണ്ട്. ആ ആശയങ്ങൾ സംബന്ധിച്ചുള്ള ചില ആലോചനകളാണ് ഈ 53-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സന്നിഹിതരായിരിക്കുന്ന ദൈവദാസന്മാരുടെ വിലയേറിയ ദൈവജനത്തിന്റെ പ്രത്യേകമായ പ്രാർത്ഥന ഞാൻ ഇന്ന് രാത്രിയിലെ ശുശ്രൂഷയ്ക്കായിട്ട് ആവശ്യപ്പെടുകയാണ്. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? യഹോവയുടെ ഭുജം ആരാണ്? അതാണ് ഈ 53-ാം അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാം, നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഈ യെശയ്യാവ് 53-ാം അധ്യായം. വിശേഷിച്ച് ഞായറാഴ്ച സഭാ യോഗങ്ങളിൽ ഈ അധ്യായത്തിന് ഏറെ പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാം. സാധാരണ ചിന്തകൾ പറയാത്ത ആളുകൾ പോലും യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ നിന്ന് പൊതുവെ പറയാറുള്ളത് നമുക്ക് സന്തോഷകരമായ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, യഹോവയുടെ ഭുജം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് ഈ യഹോവയുടെ ഭുജം? അത് നമ്മൾ യഹോവ കർത്താവാണെന്നുള്ളത് കണ്ടു കഴിഞ്ഞു. അത് വിശദമാക്കുന്ന ചില ആശയങ്ങളാണ് നമ്മളിവിടെ ഒന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. അതിന്റെ ഒന്നാമത്തെ ആശയം, അതിന്റെ 2-ാം വാക്യം നമുക്ക് നോക്കാം. 53-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളച്ചു വരുന്നത് പോലെയും വളർന്നു വന്ന പുരുഷൻ ആരാണോ അവനത്രേ യഹോവയുടെ ഭുജം. ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളച്ചു വരുന്നത് പോലെയും ഈ ചരിത്രത്തിൽ വളർന്നു വന്ന പുരുഷൻ ആരാണോ അവനത്രേ യഹോവയുടെ ഭുജം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടും പ്രത്യേകങ്ങളായ 2 ആലങ്കാരിക പദപ്രയോഗങ്ങളായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം, വേദപുസ്തകത്തിൽ ഒട്ടനവധി ആലങ്കാരിക പദപ്രയോഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും അധികം ആലങ്കാരിക പ്രയോഗങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് പ്രവാചകനായ യെശയ്യാവാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ലാളിത്യത്തെ, അവന്റെ എളിമയെ കുറിക്കുവാനാണ് അവൻ ഇളയ തൈ പോലെ എന്നുള്ള പദപ്രയോഗം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇളയ തൈ പോലെ ഈ ലോകത്തിൽ വളർന്നു വന്നവനാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മീഖ എന്ന പ്രവാചകൻ താൻ ജനിപ്പാനിരിക്കുന്ന ബേഥലഹേമിനോട് പ്രവചിച്ച ആ വാക്കുകൾ ഇത്തരണത്തിൽ വളരെ ശ്രദ്ധേയമാണ്. നീയോ ബേഥലഹേം എഫ്രാത്തെ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ഒട്ടും തന്നെ ചെറുതായിരുന്നാലും നിന്നിൽ നിന്നും എന്റെ ജനത്തെ മേയിപ്പാനുള്ള തലവൻ ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും അതിപുരാതനമായവയും തന്നെ. ബേഥലഹേമിൽ ഏറ്റവും ചെറിയ ഗോത്രം, ആ ഗോത്രത്തിൽ നിന്ന് ഒരു തൈ ഉത്ഭവിച്ചു വരുന്നു എന്നാണ് പ്രവാചകൻ ഇവിടെ ഓർപ്പിക്കുന്നത്. 30 വയസ്സുവരെ അവൻ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. അവനെ ആരും അറിയുകയില്ലായിരുന്നു. നസ്രേത്ത് എന്ന ഗ്രാമം അതുവരെ ആർക്കും അറിയാത്ത ഒരു സ്ഥലമായിരുന്നു. അവിടെ മഹാന്മാർ ജനിച്ചിട്ടില്ല. അവിടെ രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരോ അതുപോലെയുള്ള ഉന്നതന്മാരായ ആളുകൾ ജനിച്ച സ്ഥലമല്ല നസ്രേത്ത് എന്ന് പറയുന്നത്. ഒരിടത്തരം ആശാരി കുടുംബത്തിലായിരുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വളർന്നത്. ഗ്രാമത്തിൽ ആ കുടുംബം മാന്യമായ കുടുംബമായിരുന്നു, പക്ഷേ സമ്പന്ന കുടുംബമായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യേശു അറിയപ്പെട്ടിരുന്നത് മറിയയുടെ മകൻ എന്നാണ്. മാത്രമല്ല, യേശുക്രിസ്തു ഈ 30 വയസ്സ് വരെയുള്ള കാലയളവിൽ അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ല, അടയാളങ്ങൾ ചെയ്തിട്ടില്ല, മരിച്ചവരെ ഉയർപ്പിച്ചില്ല, രോഗികളെ സൗഖ്യമാക്കിയില്ല, അലയിടിച്ചൂർന്നു വന്ന കടൽ തിരമാല അവൻ ശാസിച്ചില്ല. ഇവൻ ആർ എന്ന് ചോദിച്ചുകൊണ്ട് ജനങ്ങൾ അവന്റെ പിന്നാലെ പോയില്ല. അവൻ അറിയപ്പെടാത്തവനായി ഈ ലോകത്ത് ജീവിച്ചു. അവൻ ഇളയ തൈ പോലെ ജീവിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് ഗലീലയിലെ കാനാവിലാണ്. ഗലീലയിലെ കാനാവെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതിന്റെ കാരണം ആ കാന എന്ന് പറയുന്ന സ്ഥലം അത് ആർക്കും അറിയപ്പെടാത്ത സ്ഥലമായിരുന്നു. പക്ഷെ ഗലീല എന്ന സ്ഥലം കൂടെ വിശേഷിപ്പിച്ചാൽ അതെല്ലാവർക്കും മനസ്സിലാകും. ആ കാനാവ് എന്ന് പറയുന്ന ആ ചെറിയ ഗ്രാമത്തിൽ അവൻ തന്റെ അത്ഭുതങ്ങളുടെ ആരംഭിക്കുകയാണ്. അതുമാത്രമല്ല, കർത്താവിന്റെ ശിഷ്യന്മാർ അത് സാമാന്യരും പഠിപ്പില്ലാത്തവരുമായ ആളുകൾ, പ്രസിദ്ധരല്ലാത്ത ആളുകൾ, മുക്കുവന്മാരെ പോലെയുള്ള അതുപോലെയുള്ള ആളുകൾ, അവരായിരുന്നു ഈ കർത്താവിന്റെ ശിഷ്യന്മാർ എന്ന് പറഞ്ഞത്. കർത്താവിന്റെ പ്രസംഗം തുടങ്ങിയത് എങ്ങനെയാണ്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും.
ആർത്തരെയും ആലംബരെയും അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും, അങ്ങനെ സമൂഹത്തിൽ അവശനായ ഒരുപറ്റം ആളുകളെയായിരുന്നു അവൻ ആദ്യമായി ആഹ്വാനം ചെയ്തത്. നാം വായിക്കുന്നുണ്ട്, ദരിദ്രരോട് സുവിശേഷം പറയുവാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു എന്നാണ് കർത്താവ് ഓർപ്പിക്കുന്നത്. അവൻ ഇളയതൈ പോലെ ഈ ലോകത്തിൽ വളർന്നു വന്നവനാണ്. ഏറ്റവും എളിമയിൽ, ഏറ്റവും ലാളിത്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വളർന്നു വന്നു. ഇളയതൈ പോലെ എന്ന് മാത്രമല്ല, വരണ്ട നിലത്ത് നിന്ന് വേർ മുളച്ചു വരുന്നത് പോലെ വളരെ വരണ്ട ഒരു നിലം, ഒരു ഊഷര ഭൂമിയിൽ നിന്ന് ഒരു ചെറിയ വേര് മുളച്ചു വരിക, ഒരു സസ്യം മുളച്ചു വരിക എന്ന് പറഞ്ഞാൽ അത് അസാധാരണ സംഭവമാണ്. അതുപോലെയുള്ള ഒരു വളർച്ചയായിരുന്നു നമ്മുടെ കർത്താവിന്റെ വളർച്ച എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ വരണ്ട നിലം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ജനത്തിന്റെ ആ വ്യാപകമായ അധപ്പതനത്തെ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ ജനം രാഷ്ട്രീയപരമായും മതപരമായും സാമ്പത്തികപരമായും സാമൂഹ്യപരമായും എല്ലാം അധപ്പതിച്ച ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. അവിടെ നിന്ന് ആ വരണ്ട നിലത്ത് നിന്ന് ഒരു വേർ മുളച്ചു വരുന്നു. അതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. നമുക്കറിയാം, ആ കാലഘട്ടത്തിലെ ആത്മീക വരൾച്ചയുടെ വ്യക്തമായ ചിത്രം മലാഖി പ്രവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മലാഖിയുടെ പ്രവചനത്തിൽ അവർ ദൈവത്തിന് യാഗമർപ്പിക്കാനായിട്ട് വരികയാണ്. യാഗമർപ്പിക്കാനായിട്ട് വരുമ്പോൾ നേരത്തെയാണെങ്കിൽ അവർ കാളയെയും ആടിനെയും പ്രാവിനെയും ഒക്കെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യമൊക്കെ മാറി. അത് കൊണ്ടുവരേണ്ട, അവിടെ തന്നെ അതിനെയെല്ലാം ലഭിക്കുന്നതാണ്, വില കൊടുത്താൽ മതി. പക്ഷെ അവരെങ്ങനെയുള്ളതിനെയാണ് യാഗമർപ്പിച്ചത്? 4 കാര്യങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. കണ്ണുപൊട്ടിയതിനെ, മുടന്തുള്ളതിനെ, ദീനം വന്നതിനെ, ചാകാറായതിനെ. അവർക്ക് യാഗമർപ്പിക്കുകയും വേണം, പക്ഷെ പോക്കറ്റ് കാലിയാവുകയും ചെയ്യരുത്. നല്ല കാളയ്ക്ക് വില ചോദിച്ചപ്പോൾ അതിന് വലിയ വിലയാണ്. എന്നാൽ അതുകൊണ്ട് കണ്ണുപൊട്ടിയത്, മുടന്തുള്ളത്, ചാകാറായത്, ദീനം വന്നത് അതിനെ അപ്പോൾ